ചോദിക്കാനില്ലേ എങ്ങനെയാണ് ഇവനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? സന്ദേശമാണ് പറയും, എങ്ങനെയാ ഓനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവൻ ഇത്ര ഇങ്ങനെ വൈബായിട്ട് ഓടി നടക്കുന്നേ ഉള്ളൂ, അല്ലാതെ നമുക്ക് പിടിച്ചാൽ നിൽക്കാത്തത്ര അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. അവനൊരു ഒരു പോസിറ്റീവ് വൈബാണ് എപ്പോഴും, ഇങ്ങനെ ഹാപ്പി ആയിട്ട്. നിങ്ങളിങ്ങനെ ഗ്രൂം ചെയ്ത് എടുക്കുന്നതാണോ അതോ? അല്ല, ഇങ്ങനെയാണ് അവന് ഉണ്ടായപ്പോ തൊട്ടേ നമുക്ക് അങ്ങനെ തന്നെയാണ്. ഇവന് ഒരു ദിവസം വീട്ടിലില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ബഹളമില്ല. ചേട്ടാ, മോനിപ്പം അവാർഡ് കിട്ടിയപ്പോ ഒത്തിരി പേര് വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം അത് കേട്ടപ്പോ എന്തായിരുന്നു അച്ഛൻ എന്ന രീതിയിൽ അഭിമാനത്തിന്റെ ആ ഒരു മൂമെന്റ് എന്ന് പറയുമോ? ആ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഫ്രണ്ട്സൊക്കെ, 20 വർഷം മുന്നേ ഉള്ള ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ച്, പലർക്കും അറിയില്ല എൻ്റെ മോനാണെന്നുള്ളത് അറിയില്ല. പക്ഷെ മോളെ മാക്സിമം എല്ലാവർക്കും അറിയാം, പക്ഷെ മോനെ അങ്ങനെ കണ്ടിട്ടുമില്ല. ഞങ്ങൾ തമിഴ്നാട്ടിലായിരുന്നില്ല ആദ്യം, പിന്നെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അങ്ങനെ നിറയെ കോണ്ടാക്ട്സ് ഒന്നും ഇല്ല, നിറയെ പേരായിട്ടുള്ള കോണ്ടാക്ട്സ് ഇല്ല. അവരൊക്കെ വിളിച്ച് പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചിട്ട് പറയുമ്പോൾ, പക്ഷേ പലരും കാണുമായിരുന്നു, പക്ഷെ എൻ്റെ മോനാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അവനെ അറിയാം, പാട്ട് കേൾക്കാറുണ്ട്, പക്ഷേ അറിയില്ല. ലാസ്റ്റ് ഫിനാലയിലാണ് എന്നെ കണ്ടപ്പോഴാണ് പലരും മനസ്സിലായത്. ചിലർ ഡൗട്ട് കൊണ്ട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ സജി തന്നെയാണോ ഇത് എന്നുള്ളത്. ചിലപ്പോൾ എനിക്കും വ്യത്യാസം വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വിളിച്ച് അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. കാരണം ഞാൻ ഗ്രൂമിങ്ങിന്റെ കാര്യം ചോദിക്കാനും കാരണം, ചില കുട്ടികളെ ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കും. കുട്ടനെ വിളിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് എളുപ്പം. അതെ, കുട്ടനെ ആദ്യം തൊട്ട് ഇപ്പൊ വരെ എനിക്ക് മനസ്സിലായത് ഭയങ്കര സിമ്പിളാണ്, നല്ല ആക്റ്റീവാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് നിങ്ങൾ ഗ്രൂം ചെയ്തെടുക്കുന്നതാണോ എന്ന്. ഇപ്പം അച്ഛനും അമ്മയും ചേച്ചിക്കും അവന്റെ സക്സസ്സിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ്, ഉറപ്പായിട്ടുണ്ട്. കാരണം അച്ഛനായിരുന്നു, മോള് ഓൾറെഡി പറഞ്ഞു, അച്ഛനായിരുന്നു ആദ്യമേ 3 മാസം 2 മാസം മോൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ വർക്കിന്റെ കാര്യത്തിൽ പോയി എന്നത്. അപ്പൊ അച്ഛനെ കാണാതിരിക്കുമ്പോൾ എന്തെങ്കിലും മിസ്സിങ് അങ്ങനെ എന്തെങ്കിലും വിളിച്ച് പറയാറൊക്കെ ഉണ്ടോ? ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുന്നതാണ് അവന് ഇഷ്ടം. അപ്പം അച്ഛനെ ഒരു കുറച്ച് ദിവസം ഒരാഴ്ചയൊക്കെ മിസ് ചെയ്യുമ്പോൾ, പിന്നെ വൈകുന്നേരം കിടക്കാൻ നേരമാകുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് കരയും. നമുക്കറിയാം ആ മിസ്സിങ്ങിൽ നിന്നാണ് ആ കരച്ചിലെന്നറിയാം. പിന്നെ ഞങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ അച്ഛനോട് പറഞ്ഞ് കരയും. അപ്പൊ ഒരു ബോണ്ടാണ്. അതെ, 4 പേരും കൂടി ഉള്ള ആ ഒരു എന്നാലൊരു ഇഷ്ടം കംപ്ലീറ്റ് വരത്തുള്ളൂ. അവൻ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും. അത് പിന്നെ രാത്രി കിടക്കുന്ന സമയത്താണ്, അപ്പോൾ മറ്റു കുട്ടികളുമായിട്ട് കളിയും ചിരിയും അങ്ങനെ ഓടി നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് തോന്നത്തില്ല. രാത്രിയിൽ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പറയില്ല, ഇന്ന കാരണമെന്ന് പറയില്ല, പക്ഷെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് വിഷമം ഉള്ളിൽ ഒതുക്കുന്ന കാര്യത്തില് നല്ല മെച്ചൂരിറ്റിയാ. കുട്ടാ, ഞാൻ കാണിച്ചോട്ടെ, അച്ഛനും അമ്മ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ കുട്ടന് അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു പാട്ട് പാടാൻ പറ്റുമോ? അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് ഒരു സോങ്. ഏത് പാട്ടാ? കുട്ടന് ഇഷ്ടമുള്ള പാട്ട് പാടാം അവർക്ക് വേണ്ടി. ഇഷ്ടമുള്ള പഠിക്കും.